Hi viewers, research may be classified into different types. In today's class, we will be discussing about fundamental research and applied research. Fundamental research. Fundamental research is also known as a pure research or basic research. ഫണ്ടമെൻ്റൽ റിസർച്ചിനെ നമുക്ക് പ്യുവർ റിസർച്ച് എന്നോ അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്നോ വിളിക്കാം. അങ്ങനെയും അതിനെ പറയാറുണ്ട്. എക്സാമിന് ഒരു പക്ഷേ വാട്ട് ഈസ് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ വാട്ട് ഈസ് ബേസിക് റിസർച്ച് എന്നാവാം ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് തന്നെയാണത്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഔട്ട് ഓഫ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയുവാനുള്ള താല്പര്യത്തിനെയാണ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഏത് വിഷയത്തിനെക്കുറിച്ചും ആവാം അത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നടത്തപ്പെടുന്ന റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ്. നമ്മൾ റിസർച്ചിൻ്റെ നേച്ചറിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, റിസർച്ച് എന്ന് പറഞ്ഞാൽ തന്നെയും ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ ആണെന്ന്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇറ്റ് എയിംസ് അറ്റ് എക്സ്റ്റൻഷൻ ഓഫ് നോളജ്. എക്സ്റ്റൻഷൻ ഓഫ് നോളജ് എന്താണെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. അപ്പോൾ അത്തരത്തിൽ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാമെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ റിസർച്ചാണ് നമ്മൾ നടത്തുന്നത്. അടുത്തതായി, ഇറ്റ് മേ ലീഡ് ടു ഐദർ ഡിസ്കവറി ഓഫ് എ ന്യൂ തിയറി ഓർ റിഫൈൻമെൻറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് തിയറി. ഫണ്ടമെൻ്റൽ റിസർച്ച് ഒന്നുകിൽ ഒരു പുതിയ തിയറി കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള തിയറിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് തിയറീസൊക്കെ ആണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലാതെ പഴയ തിയറിയോ അല്ലെങ്കിൽ നിലവിലുള്ള തിയറിയോ വെച്ചിട്ട് ഓർഗനൈസേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്തരത്തിൽ നിലവിലുള്ള തിയറീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും ഫണ്ടമെൻ്റൽ റിസർച്ചാണ് സാധാരണ നടത്താറുള്ളത്. അടുത്തതായി, ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് സയൻസസ് ഓസ് മച്ച് ഇറ്റു പ്യുവർ റിസർച്ച്. പ്യുവർ റിസർച്ച് കൊണ്ടാണ് സയൻസ് ഇത്രയേറെ വളർന്നത്. ശാസ്ത്രത്തിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് തിയറീസാണ്. അപ്പോൾ അത്തരം തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ റിസർച്ച് ഒത്തിരി സഹായകരമായിട്ടുണ്ട്. അടുത്തത്, ദ ഫൈൻഡിങ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എൻറിച്ച് ദ സ്റ്റോർ ഹൗസ് ഓഫ് നോളജ്. ഫണ്ടമെൻ്റൽ റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അറിവും വളരുകയാണ്. അതാണ് സ്റ്റോർ ഹൗസ് ഓഫ് നോളജ്. അത് മുഖേന നമുക്ക് കിട്ടിയ അറിവ് ധാരാളമാണ്. നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ലഭ്യമായത് ഫണ്ടമെൻ്റൽ റിസർച്ചിലൂടെയാണ്. അടുത്തത്, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുക മാത്രമല്ല, ആ പ്രോബ്ലം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് അതവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളതിനെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. ഫണ്ടമെൻ്റൽ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെയും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്ലൈഡ് റിസർച്ച് ചെയ്യുന്നത്. അതാണ് ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് അപ്ലൈഡ് റിസർച്ച്. അടുത്തതായി, ദ ഫൈൻഡിങ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഫോംഡ് ദ ബേസിസ് ഫോർ ഇന്നുമറബിൾ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ്. ധാരാളം കണ്ടുപിടുത്തങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ റിസർച്ച് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്റ്റീം എൻജിൻ, പലതരത്തിലുള്ള മെഷീൻസ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഹ്യൂമൻ ലൈഫിനെ എൻറിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് നടത്തിയ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്ന്.
ഒരു റെവല്യൂഷന് കാരണമായത് തന്നെ ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഓരോരോ റെവല്യൂഷന് കാരണമായി, ഒരു മാറ്റത്തിന് കാരണമായി. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായത് ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. ഇനി നമുക്ക് അടുത്ത റിസർച്ചിലേക്ക് പോകാം. അപ്ലൈഡ് റിസർച്ച്. അടുത്തതായി അപ്ലൈഡ് റിസർച്ച്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് to find solution to real problem requiring an action or decision. ഫണ്ടമെൻ്റൽ റിസർച്ച് നമ്മൾ എന്താ പഠിച്ചത്? ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് പഠിക്കുവാനോ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് തിയറിയുടെ റിഫൈൻമെൻറ്റിനോ ആണ് ഫണ്ടമെൻ്റൽ റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അപ്ലൈഡ് റിസർച്ച് സൊസൈറ്റിയിലോ ഒരു ഓർഗനൈസേഷനിലോ ഉണ്ടാകുന്ന റിയൽ പ്രോബ്ലം, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിയൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല, ആ സൊല്യൂഷൻ എങ്ങനെ പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെയും പ്രോബ്ലത്തിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ശരിക്കും ഒരു സൊസൈറ്റിയിലോ ഓർഗനൈസേഷനിലോ നേരിടുന്ന ഒരു പ്രശ്നം, അതാണ് റിയൽ പ്രോബ്ലം. നമ്മൾ ഊഹിച്ചെടുക്കുന്നതല്ല, നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുവഴി ഒരു ഡിസിഷനിലേക്ക് എത്തുവാനും കഴിയും. ഇറ്റ് ഈസ് ദസ് പ്രോബ്ലം ഓറിയൻറ്റഡ് ആൻഡ് ആക്ഷൻ ഡയറക്റ്റഡ്. അപ്ലൈഡ് റിസർച്ച് പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പ്രോബ്ലം ഓറിയൻറ്റഡ് മീൻസ് ഏതെങ്കിലും ഒരു തിയറിയുടെ ഫോർമുലേഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, എല്ലാ രീതിയിലും ഒരു പ്രോബ്ലം അതിനെ പഠിക്കുവാനും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുവാനും അതിനെ പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യുവാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് റിസർച്ചറിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ റിസർച്ചിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുവാനുള്ള സൊല്യൂഷൻസും കൂടെ വേണമെന്നുള്ള നിബന്ധനയിലാണ്. കാരണം ആ സൊല്യൂഷൻസ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റുവാൻ വേണ്ടിയിട്ട് നടപ്പിൽ വരുത്തണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ റിസർച്ച് അവിടെ നടത്തുന്നത്. അതിനെ നമുക്ക് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയാം. അവിടെ ഒരു പുതിയ തിയറി ഫോർമുലേറ്റ് ചെയ്യുവാനൊന്നുമല്ല ശ്രമിക്കുന്നത്. ആ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടുപിടിക്കുക, അതാണ് അവിടുത്തെ ലക്ഷ്യം. ഇറ്റ് സീക്സ് ആൻ ഇമ്മീഡിയറ്റ് ആൻഡ് പ്രാക്ടിക്കൽ റിസൾട്ട്. അപ്ലൈഡ് റിസർച്ചിൻ്റെ മറ്റൊരു ഉദ്ദേശം ഇമ്മീഡിയറ്റ് ആൻഡ് പ്രാക്ടിക്കൽ റിസൾട്ട്, വളരെ പെട്ടെന്നും അതുപോലെ പ്രായോഗികമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയാകും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് അവരുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അവരൊരു പഠനം നടത്തിയാണ്. എന്താണ് പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? ആ കമ്പനിയുടെ ആ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചതിന് ശേഷം കൺസ്യൂമേഴ്സിന് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആണോ അതോ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ട് ആ കമ്പനി മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുന്നു. മാർക്കറ്റിംഗ് റിസർച്ചാണ് മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആ റിസർച്ച്. അപ്പോൾ മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ കൺസ്യൂമേഴ്സിൻ്റെ പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് എന്താണെന്ന് കമ്പനി മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ കമ്പനി മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക, കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ആ മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ മാർക്കറ്റിംഗ് റിസർച്ച് ഒരു അപ്ലൈഡ് റിസർച്ചാണ്.
അടുത്തതായി there is a vast scope for applied research in the fields of technology, management, commerce, economics and other social sciences. ടെക്നോളജി, മാനേജ്മെൻറ്റ്, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മറ്റ് സോഷ്യൽ സയൻസസ് ഇവിടെ എല്ലാം അപ്ലൈഡ് റിസർച്ച് ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോളജിയിൽ പുതിയൊരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്ലൈഡ് റിസർച്ച് നടത്താം. മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെയാണ്. പഴയ തിയറീസ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ട് അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. കൊമേഴ്സിലും ഇക്കണോമിക്സിലും എല്ലാം അപ്ലൈഡ് റിസർച്ച് നടത്തപ്പെടാറുണ്ട്. It is used in these fields for finding solutions to practical problems. പറഞ്ഞതുപോലെ ഈ ടെക്നോളജിയിലാണെങ്കിലും മാനേജ്മെൻറ്റിലാണെങ്കിലും കൊമേഴ്സിലാണെങ്കിലും ഇക്കണോമിക്സിലാണെങ്കിലും മറ്റെല്ലാ സോഷ്യൽ സയൻസസിലും ധാരാളം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അവയ്ക്കൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുവാൻ അപ്ലൈഡ് റിസർച്ച് ഉപയോഗിക്കാം. It contributes to the development of theoretical knowledge by the discovery of new facts. അതുപോലെ അപ്ലൈഡ് റിസർച്ചിലൂടെ കണ്ടുപിടിക്കുന്ന വിവരങ്ങൾ അതൊരു തിയററ്റിക്കൽ നോളജ് കൂടെയാണ്. അപ്പോൾ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്ലൈഡ് റിസർച്ചിലൂടെ അതിനെ റെക്ടിഫൈ ചെയ്തെങ്കിൽ ആ നോളജ് അതുപോലെയുള്ള മറ്റെല്ലാ സാങ്കേതിക വിദ്യയിലും അപ്ലൈ ചെയ്യാം. അതിനെല്ലാം ബാധകമായിട്ടുള്ളൊരു തിയററ്റിക്കൽ നോളജാണത്. അപ്പോൾ ഇത്തരത്തിൽ അപ്ലൈഡ് റിസർച്ചിലൂടെ കണ്ടുപിടിക്കുന്ന പുതിയ വസ്തുതകൾ തിയററ്റിക്കൽ നോളജിൻ്റെ ഡെവലപ്മെൻറ്റിനും സഹായകരമാകാറുണ്ട്. ഇത്രയുമാണ് അപ്ലൈഡ് റിസർച്ചിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.